റോമിൽ ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി മലങ്കര കത്തോലിക്ക സഭയുടെ തലവൻ കർദിനാൾ മാർ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ. കൂടിക്കാഴ്ച നടന്ന ദിവസം തന്നെ തന്റെ 67ാം ജന്മദിനവും മെത്രാൻ പദവിയുടെ 25ാം വർഷവും ആഘോഷിക്കുന്ന കാതോലിക്ക ബാവയ്ക്ക് മാർപ്പാപ്പ പ്രത്യേക ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നു. യൂറോപ്പിലെ മലങ്കര വിശ്വാസികളുടെ വൈദിക പരിപാലനത്തിനായി പുതുതായി നിയമിതനായ അപ്പസ്തോൽ വിസിറ്റർ കുര്യാക്കോസ് മാർ ഒസ്താത്തിയോസിനെയും കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പ്രത്യേകം അനുമോദിച്ചു. സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ അതുല്യമായ പാരമ്പര്യത്തെയും അതിന്റെ ആരാധനാക്രമത്തിന്റെ സമ്പന്നതയെയും ലിയോ 14 പാപ്പ പ്രകീർത്തിച്ചു. തോമാസ് ലീഹായുടെ പ്രസംഗത്തിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും ഇന്ത്യയിൽ വിതയ്ക്കപ്പെട്ട നല്ല വിത്തിന്റെ ചൈതന്യം പുനരുജ്ജീവിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ ദൗത്യം വാക്കുകളാൽ മാത്രമല്ല പുണ്യജീവിതത്തിലൂടെയും യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നിറവേറ്റപ്പെടേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ചൈതന്യം ഇന്നും സീറോ മലങ്കര സഭയുടെ സുവിശേഷ ഊർജത്തിന്റെയും അപ്പസ്തോലിക ജീവകാരുണ്യത്തിന്റെയും പ്രകാശഗോപുരമായി തുടരുന്നുവെന്ന് മാർപ്പാപ്പ പറഞ്ഞു. തങ്ങളുടെ തനതായ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന സീറോ മലങ്കര വിശ്വാസികളുടെ വരും തലമുറ കർത്താവായ യേശുവുമായുള്ള സൗഹൃദം ആഴപ്പെടുത്തണമെന്നും അതുവഴി അവർ കത്തോലിക്ക സഭയ്ക്ക് ഒരു വലിയ സമ്പത്തായി മാറുമെന്നും മാർപ്പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. സീറോ മലങ്കര സഭയുടെ വിലയേറിയ സ്വത്വത്തെക്കുറിച്ചും അതിനോടുള്ള തങ്ങളുടെ ആത്മബന്ധത്തെക്കുറിച്ചും കൂടുതൽ ബോധവാന്മാരാകാൻ മാർപ്പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു. തോമാസ് ലീഹായുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയിലെ സഭയിൽ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു.